ഉത്തരാഖണ്ഡിലേക്ക് വിനോദയാത്രയ്ക്ക് പോയ 28 മലയാളികളുടെ കുടുംബം ആശങ്കയിൽ. 20 മുംബൈ മലയാളികളും 8 കേരളത്തിൽ നിന്നുള്ളവരുമാണ് ടൂർ പാക്കേജിന്റെ ഭാഗമായി ഉത്തരാഖണ്ഡിലേക്ക് പോയത്. അവർ സുരക്ഷിതരായിരിക്കുമെന്നും ബന്ധപ്പെടാൻ കഴിയാത്തത് വിനിമയ സംവിധാനങ്ങൾ തകരാറിലായതുകൊണ്ടാണെന്നും ടൂർ ഓപ്പറേറ്റേഴ്സ് പറയുന്നു. കൊച്ചിയിൽ നിന്നും ടൂർ പാക്കേജിൽ ഉണ്ടായിരുന്ന നാരായണൻ നായർ, ശ്രീദേവി പിള്ള എന്നിവരുടെ കുടുംബം 24-നൊപ്പം ചേരുന്നുണ്ട്. ആൻ മരിയ സണ്ണിയാണ് ചേരുന്നത്. അവരെ ഫോണിൽ വിളിച്ച് കിട്ടുന്നില്ലെന്നാണോ പറയുന്നത്? അശ്മി, തീർച്ചയായിട്ടും അവർ ഇന്നലെ മുതൽ അവരെ വിളിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ഇവരും ശ്രമിക്കുന്നുണ്ട്, അതിന് പിന്നെ ആ ഏജൻസിയും ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അവരെ ബന്ധപ്പെടാനായിട്ട് സാധിക്കുന്നില്ല. കൃത്യമായിട്ടുള്ള ഒരു ഇൻഫർമേഷൻ അത് ഏജൻസിക്കും നൽകാനായിട്ട് സാധിക്കുന്നില്ല എന്നാണ് ഈ കുടുംബം പറയുന്നത്. അപ്പോൾ രാവിലെ ഒരു 8:30 ആയപ്പോൾ ഉത്തരകാശിയിൽ നിന്ന് ഗംഗോത്രിയിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞ് പോയിരുന്ന ഇവരോട് സംസാരിച്ചിരുന്നു. അങ്ങനെയാണ് വിളിച്ച് പറഞ്ഞിരുന്നത്. പിന്നീട് അവരെ ബന്ധപ്പെടാനായിട്ട് സാധിക്കുന്നില്ല. ഒരു 8:30 പുറപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവരൊന്ന് ഇറങ്ങി ആ സ്ഥലങ്ങളെല്ലാം കണ്ടു കഴിഞ്ഞ ശേഷം ഒരു 1 മണിയോട് കൂടിയൊക്കെ ഗംഗോത്രിയിൽ എത്താനായിട്ടാണ് സാധ്യത. അപ്പോൾ അവിടെ എവിടെയെങ്കിലും കുടുങ്ങിക്കിടക്കുമാണോ, എന്താണ് സംഭവിക്കുന്നത് എന്ന് അറിയത്തില്ല. അപ്പോൾ അവരെ ബന്ധപ്പെടാൻ സാധിക്കുന്നില്ല എന്നാണ് കുടുംബം പറയുന്നത്. ഇപ്പോൾ ഇവിടെ നിന്ന് പോയ തൃപ്പൂണിത്തുറയിൽ നിന്ന് പോയിട്ടുള്ള 2 പേരുടെ അവരുടെ കുടുംബമാണ് നമ്മളോടൊപ്പം ചേരുന്നത്. ആശങ്ക അറിയിക്കുന്നത് അവരാണ്. അമ്പിളി എന്നാണ് ചേച്ചിയുടെ പേര്. ചേച്ചി, അവരോട് സംസാരിക്കാനായിട്ട് നമ്മൾ ഇന്നലെ മുതൽ ശ്രമിക്കുകയാണ്, ബന്ധപ്പെടാനായിട്ട് സാധിക്കുന്നില്ല. അതെ, അതായത് ഇന്നലെ രാവിലെ 8:30 ഗംഗോത്രിയിലേക്ക് പോയി എന്നാണ്, ഉത്തർകാശിയിൽ നിന്ന് ഗംഗോത്രിയിലേക്ക് പോയി എന്നാണ് ഇൻഫർമേഷൻ കിട്ടിയത്. അതായത് അന്നേരം ഒരു വീഡിയോ അയച്ചിരുന്നു. അതിൽ നിന്ന് കിട്ടിയ ഇൻഫർമേഷൻ അനുസരിച്ചാണ് 8:30 അവർ ഉത്തർകാശിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു എന്ന് പറയണത്. അപ്പോൾ ഗംഗോത്രിക്ക് പോകുന്ന വഴിക്കാണ് ഇപ്പോൾ ഈ അപകടം സംഭവിച്ചിരിക്കുന്നത്. അപ്പം ഓൺ ദ വേ എന്താ സംഭവിച്ചതെന്ന് നമുക്കറിയില്ല. പിന്നീട് 8:30 കഴിഞ്ഞിട്ട് കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ചു, പക്ഷേ ഒരു രക്ഷയില്ല. ഇന്നലെ രാത്രിയിലും എല്ലാം ഡിഫൻസ് വഴിയും പല രീതിയിലും നമ്മൾ ട്രൈ ചെയ്തു, പക്ഷേ ഒരു രക്ഷയില്ല, കിട്ടുന്നില്ല. അവരുടെ എല്ലാം ഓൾറെഡി അവിടെ കമ്മ്യൂണിക്കേഷൻ കംപ്ലീറ്റ് ഡ്രോപ്പ് ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് എന്തായാലും നമുക്കത് ഇൻഫർമേഷൻ ഒന്നും കിട്ടിയിട്ടില്ല. ഏജൻസിയോട് സംസാരിക്കാൻ വേണ്ടിയിട്ട് ഏജൻസിയോട് സംസാരിച്ചു. ഏജൻസിയോട് പിന്നെ ശ്രീദേവി പിള്ള വേണമെന്ന് പറഞ്ഞ ഞങ്ങളുടെ അച്ഛൻ്റെ ബ്രദറും വൈഫുമാണ്. അപ്പോൾ അവരുടെ മകന് ഓൾറെഡി സംസാരിച്ചപ്പോൾ പക്ഷേ അവർക്കും ആക്ച്വലി ഇതിനുള്ള ഇൻഫർമേഷൻ അറിയില്ല. കാരണം ഡ്രൈവർ സംസാരിച്ചത് അവരങ്ങോട്ട് പോകുന്ന വഴിക്കെങ്ങാണ്ടാണ്. അപ്പോൾ ഓൺ ദ വേ ചിലപ്പോൾ അവർ കടന്നു കഴിയാം, ആ സമയം വെച്ച് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ അവരത് കടന്നു കഴിയാം. പക്ഷേ നമുക്ക് കറക്റ്റ് ഡീറ്റെയിൽസ് അറിയില്ല. എന്തായാലും ആ പ്രദേശത്ത് അവർ പെട്ടിട്ടുണ്ടെന്നുള്ള ഒരു ഇൻഫർമേഷൻ ആണ് നമുക്ക് ഏകദേശം അറിയാൻ പറ്റുന്നത്. ഡിഫൻസ് വഴിയൊക്കെ അറിഞ്ഞ രീതിക്ക് വെച്ച് നോക്കുമ്പോൾ അവർ ആ പ്രദേശത്ത് ഓൾറെഡി പിന്നെയും ലാൻഡ് സ്ലൈഡ് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണെന്നാണ് പറഞ്ഞത്. അങ്ങനെ കൂടുതൽ വിവരങ്ങളൊന്നും നമുക്ക് കിട്ടുന്നില്ല. ഒരു ആശങ്ക, കൂടുതൽ വിവരങ്ങളില്ല. നമുക്ക് ആശങ്കയുണ്ട്. കാരണം അവർ സേഫായിട്ടിരിക്കണം, എല്ലാം പോസിറ്റീവായിട്ട് നടക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചിരിക്കുകയാണ്. എല്ലാം നന്നായി നടക്കും. എത്ര ദിവസത്തെ പാക്കേജിനാണ് അവരൊരു 10 days ആണ്. ചാർധാം യാത്രയ്ക്ക് പോയതാണ്. അവർ കഴിഞ്ഞ ആഴ്ചയാണ് പോയത്. 2-ാം തീയതി അവിടെ ഡൽഹിയിലായി എത്തിയിട്ടുണ്ട്. ഡൽഹിയിൽ നിന്ന് പിന്നെ ഹരിദ്വാർ പോയി, അവിടെ ഡെറാഡൂൺ പോയി, അങ്ങനെ അവിടുന്ന് അങ്ങനെ പോയതാണ്. ഹാഷ്മി, ഇങ്ങനൊരു ആശങ്കയാണ് കുടുംബം അറിയിക്കുന്നത്. അത് പോസിറ്റീവായിട്ട് തന്നെയാണ് ചിന്തിക്കുന്നത്. പക്ഷേ എവിടെയെങ്കിലും കുടുങ്ങിക്കിടക്കുമാണോ എന്ന് അവരോട് സംസാരിക്കാൻ, അല്ലെങ്കിൽ അവർ സുരക്ഷിതമാണോ എന്നൊന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ കുടുംബം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതാണ് അവർ നമ്മളോടും സംസാരിച്ചിരിക്കുന്നത്. ഇവർ 28 മലയാളികളാണ് ടൂർ പാക്കേജുമായി ബന്ധപ്പെട്ട് അങ്ങോട്ടേക്ക് പോകുന്നത്. നമ്മുടെ ഈ ടൂർ ഓപ്പറേറ്റർമാരുണ്ടല്ലോ, ടൂർ ഓപ്പറേറ്റർമാരുമായി ഇവരെ കൊണ്ടുപോയ ടൂർ ഓപ്പറേറ്റർമാരുമായി സംസാരിക്കാൻ പറ്റുന്നുണ്ടോ? അല്ലെങ്കിൽ ഇവർ നേരത്തെ താമസിച്ച ഹോട്ടലുകളുടെ ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ടാവില്ല. അപ്പോൾ കൃത്യസമയം അറിയില്ല. ഞാൻ 28 ആരും ഇതുവരെ കോൺടാക്ട് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ശരിയാവുക? ഹാഷ്മി, അങ്ങനെയാണ് ആ ടൂർ ഓപ്പറേറ്റേഴ്സ് സംസാരിച്ചിരിക്കുന്നത്. അവരെയും ബന്ധപ്പെടാനായിട്ട് സാധിക്കുന്നില്ല എന്നാണ് ഏജൻസിയിൽ നിന്നും ഇവർക്ക് ലഭിച്ചിരിക്കുന്ന വിവരം. ചേച്ചി, ഇവർ നേരത്തെ താമസിച്ചിരുന്ന ഹോട്ടലുകൾ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവരങ്ങളാണെങ്കിൽ ഏജൻസികൾക്ക് എടുക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സമയവും നമുക്ക് അതിനകത്ത് നിശ്ചയിക്കാം. അങ്ങനെ എന്തെങ്കിലും വിവരങ്ങൾ കിട്ടി? ഇല്ല മോളെ, അതൊന്നുമില്ല. അതെന്ന് വെച്ചാൽ 8:30 ഓൾറെഡി അവിടുന്ന് സ്റ്റാർട്ടായല്ലോ, പിന്നെ ഹോട്ടലുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ 8:30 അവിടുന്ന് സ്റ്റാർട്ട് ചെയ്തു. പിന്നെ അവർ അവിടെ ഗംഗോത്രിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണെന്നുള്ള ഇൻഫർമേഷൻ മാത്രമേ ഉള്ളൂ. 8:30 സ്റ്റാർട്ട് ചെയ്യുമ്പോഴുള്ള കുറച്ച് വീഡിയോസ് മാത്രം അയച്ചു. അതിന് മുമ്പുള്ള ഫോട്ടോ ആണ് ഞാൻ ഷെയർ ചെയ്തത്. അത്രേ ഉള്ളൂ, വേറെ ഇൻഫർമേഷനൊന്നും കിട്ടിയിട്ടില്ല. ഈ 28 പേര് പോയി, അതിൽ 20 പേര് മുംബൈ ബേസ്ഡ് ആയിട്ടുള്ള ആളുകളാണ്. ഇവിടുന്ന് 8 പേരുണ്ട്. അവർ ഇപ്പം ഈ അച്ഛൻ്റെ ബ്രദറിൻ്റെ വൈഫിൻ്റെ സിസ്റ്റേഴ്സും അവരുടെ ഭർത്താക്കന്മാരും ഒക്കെയാണ് കൂടെ പോയിരിക്കുന്നത്. ഇപ്പം ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, നമ്മൾ ഈ 8 പേര് കേരളത്തിൽ നിന്നുള്ളവർ പോയിട്ടുണ്ട്, അതിൽ തിരുവനന്തപുരം ആയിട്ടുള്ള ആളുകളുമുണ്ട്. അവരുടെ റിലേറ്റീവ്സിനോട് നമുക്ക് സംസാരിക്കാനായിട്ട് പറ്റിയിട്ടുണ്ടോ? അവരുടെ മോള് ഡൽഹിയിൽ ഓൾറെഡി ഉണ്ട്, അവരുമായിട്ട് സംസാരിച്ചു. പക്ഷേ അവർക്കും ഇൻഫർമേഷൻ ഇല്ല, ആർക്കും കോൺടാക്ട് ചെയ്യാൻ പറ്റുന്നില്ല. കോൺടാക്ട് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും പറയാൻ പറ്റുള്ളൂ. അപ്പം ഓൾറെഡി അവിടെ ഫോണില്ല, ഒന്നും വേറെ ഒരു ഇൻഫർമേഷനും ഇല്ല.
മറ്റേതെങ്കിലും വഴി നമ്മൾ അവരെ കോൺടാക്ട് ചെയ്യണോ അല്ലെങ്കിൽ നമ്മൾ ഡിഫൻസ് വഴി ട്രൈ ചെയ്തിട്ടുണ്ട്. ഡിഫൻസ് ഡൽഹിയിൽ നമ്മുടെ റിലേറ്റീവ് ഉണ്ട്, ഒരു എയർ കമോഡർ, പുള്ളി വഴിയും കോൺടാക്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഇവിടുത്തെ ഡിഫൻസ് PRO ശ്രീ അതുൽപിള്ള സാറും അദ്ദേഹവും അതിനുവേണ്ടി ട്രൈ ചെയ്യുന്നുണ്ട്, അവരെ കോൺടാക്ട് ചെയ്യാൻ ട്രൈ ചെയ്യുന്നുണ്ട്. കൂടുതലായിട്ടുള്ള ഒന്നും നമുക്ക് അവിടുന്ന് കിട്ടിയിട്ടില്ല. പിന്നെ സുരേഷ് ഗോപി സാറിൻ്റെ സെക്രട്ടറിക്ക് നമ്മൾ മെയിൽ ചെയ്തിട്ടുണ്ട്. സുരേഷ് ഗോപി സാറിന് തന്നെ മെയിൽ ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇന്നലെ 8:30 നമ്മൾ അവരെ അവസാനമായിട്ട് കോൺടാക്ട് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ നിരന്തരമായിട്ട് കോൺടാക്ട് ചെയ്യാൻ ട്രൈ ചെയ്യുന്നുണ്ട്, കണ്ടിന്യൂസ് ട്രൈ ചെയ്യുന്നുണ്ട്, കിട്ടിയിട്ടില്ല. അതാണ് ഈ ഏജൻസിക്ക് ഇവരെ കോൺടാക്ട് ചെയ്യാണ്ട് മറ്റു രീതിയിലാണെങ്കിലും വിവരങ്ങൾ കളക്ട് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ ആദ്യം ഒന്ന് അവരോട് സംസാരിച്ചല്ലാണ്ട് പിന്നീട് നമ്മൾ ഏജൻസിയായിട്ട് ബന്ധപ്പെടും. അങ്ങനെ ഏജൻസിയായിട്ട് മകൻ സംസാരിച്ചു എന്നാണ് പറഞ്ഞത്. പക്ഷേ അവർക്കും ഡീറ്റെയിൽസ് അറിയില്ല. അവരവിടുന്ന് പുറപ്പെട്ട് കഴിഞ്ഞല്ലോ. അപ്പോൾ ഡ്രൈവറുമായിട്ടുള്ള കോൺടാക്റ്റ് ആണല്ലോ ഉള്ളത് അപ്പോൾ ഏജൻസിക്ക്. അപ്പോൾ ഏജൻസി ഡ്രൈവറുമായിട്ട് സംസാരിച്ചു. ഡ്രൈവർ പറഞ്ഞത് പിന്നെ ഞങ്ങൾ ആ ഏരിയയിലോട്ട് ഗംഗോത്രിയിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുക എന്നുള്ള ഇൻഫർമേഷനാണ് പറഞ്ഞത്. സേഫ് ആണെന്നാണ് കരുതുന്നത്. കാരണം എന്തായാലും അവിടെ കംപ്ലീറ്റ്ലി അത് അതിനകത്ത് പെട്ടിരിക്കുകയാണ്. പക്ഷേ സേഫ് ആയിരിക്കും എന്ന് പറയുന്നു. ഡ്രൈവറിനോട് സംസാരിക്കുന്നത് നമ്മൾ ഇങ്ങനെ അവരെ കോൺടാക്ട് ചെയ്യാൻ സാധിക്കുന്നില്ല എന്ന് പറഞ്ഞതിന് മുമ്പല്ലേ? അതെ അതിനു മുമ്പ്. അതിനുശേഷം ഏജൻസിക്കും ബന്ധപ്പെടാൻ ശേഷം ആരും ആ ഒരു അവർക്കും അറിയില്ല, ഇൻഫർമേഷൻ ഏജൻസിക്കും കിട്ടുന്നില്ല. ഈ ഏജൻസി ഈ ഡ്രൈവറെ അല്ലെങ്കിൽ അവിടെ കൂടെ ഉണ്ടായിരുന്ന ആളുകളെ അല്ലാണ്ട് വേറെ ആരെങ്കിലും ബന്ധപ്പെട്ട് അങ്ങനെ? അത് അറിയില്ല മോളെ, അതെനിക്ക് കറക്റ്റ് അറിയില്ല. പക്ഷേ അവർ സംസാരിച്ചിട്ടുണ്ടായിട്ട് ഇൻഫർമേഷൻ ഇല്ല. ആക്ച്വലി ഇത് ഏജൻസിയായിട്ട് മകൻ സംസാരിച്ച് മാത്രമേ അറിയത്തുള്ളൂ. വേറെ അതിനകത്ത് കൂടുതലായിട്ടുള്ള ഒന്നും അറിയില്ല, കൂടുതൽ ഡീറ്റെയിൽസ് അറിയില്ല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.